സ്കൂളിൽ പഠിക്കുന്ന മക്കളുമായിട്ട് വന്ന് തന്നെ ഈ സിനിമ കാണണം. കാരണം ഫാമിലി ഓറിയന്റഡ്, അതുപോലെ ഫ്യൂച്ചർ ലക്ഷ്യമാക്കി കുട്ടികളെ ബോധവൽക്കരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സംഗതികളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്കെപ്പോഴും നല്ല രീതിയിൽ തന്നെ ലൈഫ് മുമ്പോട്ട് പോകണം. ആഘോഷം വേണം എന്നാണ് ഞാൻ പറയുക, വേണ്ടാന്ന് പറയില്ല. പക്ഷെ ഏതുതരം ആഘോഷങ്ങൾ വരുമ്പോഴും അവിടെ ഒരു ശ്രദ്ധ, ഒരു കരുതൽ നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മുടെ ജീവനും ജീവിതത്തിനും വളരെ ഉപയോഗയോഗ്യമാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി ഒരു 11ഓളം സിനിമകൾ ഇറങ്ങി, അതിൽ 11ാമത്തെ ഇറങ്ങുന്നു. 32ഓളം സിനിമകൾ 32ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറേ എണ്ണം ഇറങ്ങാനുണ്ട്. ഗോപചേട്ടൻ്റെയൊക്കെ വളരെ ജൂനിയറാണ് ഞാനും സിനിമകളുടെ പുറകെ നടക്കുകയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, സിനിമ, ഇത് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ആ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല, കൂടെ നിന്ന് ആ സിനിമ ഇതാണെന്ന് നിങ്ങൾ ജനങ്ങളെ, പ്രേക്ഷകരെ എല്ലാവരുടെയും മുന്നിലേക്ക് അത് എത്തിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇവരെല്ലാം എന്നെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതുതലമുറ, പുതിയ കുട്ടികളെ, പുതിയ കലാകാരന്മാരെ വളർത്താനും ഉയർത്താനും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ കണ്ട് അവയെ വിലയിരുത്താനും. ഒരു കാര്യം അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ചിലപ്പോൾ ചില നെഗറ്റീവ് റിവ്യൂക്കാർ എല്ലാത്തിലും കയറി വരും, വന്നിരുന്ന് അഭിനയിച്ചുകൊണ്ട് തകർത്ത് ചെയ്യും. ഈവൻ ലാലേട്ടൻ ചെയ്യുന്നതിനും നെഗറ്റീവ് റിവ്യൂ ഇടുക, മമ്മൂക്ക ചെയ്യുന്നതിൽ നെഗറ്റീവ് റിവ്യൂ ഇടുക. നമ്മുടെ ആര് തന്നെ ഇപ്പം എന്തുമാത്രം അവാർഡ് വാങ്ങിച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാം. ആര് ചെയ്താലും കുറച്ച് അറ്റൻഷൻ കിട്ടാനും കുറച്ച് യൂട്യൂബിലൂടെ റീച്ച് കിട്ടാനും പണം കിട്ടാനും വേണ്ടി കോടികൾ ചിലവാക്കി എടുക്കുന്ന പടത്തിന് നെഗറ്റീവ് റിവ്യൂ ഇട്ട് പറയുന്ന എന്തെങ്കിലും വന്നാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. നിങ്ങൾ പോവുക, കാണുക, കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. അതാണ് വേണ്ടത്. അങ്ങനെ കിരാത എന്ന് പറഞ്ഞ സിനിമ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, ഈവൻ സെൻസർ ബോർഡ് പോലും ആദ്യം നമ്മൾ കൊടുത്തതിന് കൊണ്ടുപോയി കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് റീഷൂട്ട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിൽ ഗുണപരമായി തന്ന കൂടുതൽ കാര്യങ്ങൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് വരാനായിട്ട് പറ്റി. അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി. ഈ സിനിമ ജനങ്ങളുടെ അടുത്ത് പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് സെൻസർ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം, വളർത്തണം. അത് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണമായിരിക്കും. അതാണ് കിരാത. ജനുവരി 23-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ സംഭവം റിലീസ് ചെയ്യും. കുറച്ച് ദൂരെയാണുള്ളതെങ്കിൽ അത് കണ്ടെങ്കിലും ഞങ്ങളോട് സഹകരിക്കുക, പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.